السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ولسوف يعطيك ربك فترضى. നിങ്ങൾക്ക് സംതൃപ്തമാകുന്നത് അല്ലാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും നബിയെ എന്നതാണ് ഇന്നത്തെ ഖുതുബയുടെ വിഷയം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മഹത്വവും ശ്രേഷ്ഠതകളുമെല്ലാം നാം മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്തായ സ്ഥാനം, അവിടുത്തെ ബഹുമാനവും അറിയിക്കുന്ന ഖുർആനിക സൂറത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ദുഹ. സൂറത്തുൽ ഫജ്റിന് ശേഷം അല്ലാഹു അവതരിപ്പിച്ച മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. അല്ലാഹുവിന്റെ സന്മാർഗത്തിന്റെ പ്രഭ അത് തുടരെ വന്നുകൊണ്ടിരിക്കും എന്നും അതെന്നും നിലനിൽക്കുന്നതാണെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ആ സൂറത്ത് അവതരിപ്പിക്കുന്നത്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രണ്ട് സമയങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തു പറയുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. അതുപോലെ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ മൂന്ന് അനുഗ്രഹങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയും മൂന്ന് ഉപദേശങ്ങൾ പ്രത്യേകമായി നൽകുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് വദ്ദുഹാ വല്ലൈലി ഇദാ സജ. ദുഹാ സമയത്തിന് തന്നെയാണ് സത്യം. ദുഹാ സമയം, ഉച്ചക്ക് മുമ്പുള്ള ആ പ്രഭ പരക്കുന്ന സമയത്തിന് തന്നെയാണ് സത്യം. അതുപോലെ രാത്രി ഇരുൾ മുട്ടുമ്പോഴും അതിനെ തന്നെയാണ് സത്യം. ഇവിടെ ഈ പ്രഭാതത്തിനെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നത്, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ വ്യക്തവും അതുപോലെ വളരെ എളുപ്പവും എന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. അതുപോലെ രാത്രിയെ കൊണ്ട് സത്യം ചെയ്യുന്നത്, ഈ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തിയും അതുപോലെ സമാധാനവും ആണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രണ്ട് കാര്യങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞതിനു ശേഷം പറയുന്നത് മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ, അങ്ങയെ നാം ഉപേക്ഷിച്ചിട്ടില്ല, നിങ്ങളോട് നാം കോപിച്ചിട്ടും ഇല്ല. നിങ്ങളെ തിരഞ്ഞെടുത്തത് മുതൽ, നിങ്ങളെ സ്നേഹിച്ചത് മുതൽ ഒരിക്കലും നിങ്ങളെ നാം ഉപേക്ഷിച്ചിട്ടില്ല, നിങ്ങളോട് കോപിച്ചിട്ടും ഇല്ല. നിങ്ങൾ ഏറ്റവും എന്നിലേക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, അതുപോലെ എന്നോട് ഏറ്റവും അടുത്ത ആളാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ ഖലാ, അതായത് മാ ഖലാക വലാ അഹദ മിൻ അസ്ഹാബിക. നബിയെ, നിങ്ങളെ നാം ഉപേക്ഷിച്ചിട്ടില്ല, അതുപോലെ നിങ്ങളുടെ അനുയായികളിൽ നിന്നും ഒരാളെയും നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. വലാ മിമ്മൻ അഹബ്ബക ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെയും നാം ഉപേക്ഷിക്കുന്നതുമല്ല.
എന്ന് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം വെക്കുന്നവർ സന്തോഷിക്കുക. അല്ലാഹുവിന്റെ ഈ മഹത്തായ ഔദാര്യം, ഈ നൽകൽ, ഇതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദുഹായിൽ പറയുന്നു, വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. നിങ്ങൾക്ക് ഈ ഭൗതിക ജീവിതത്തിനേക്കാൾ ഏറ്റവും ഉത്തമം അല്ലാഹുവിന്റെ പാരത്രിക ലോകമാകുന്നു എന്ന് പറയുന്നു. അതായത് നിങ്ങൾക്ക് പാരത്രിക ലോകത്ത് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും സമ്പൂർണ്ണവും നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തവുമായിരിക്കും എന്ന് അല്ലാഹു പറയുന്നു. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സംതൃപ്തമാകുന്നതിനെ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഫതിബ് നഫ്സൻ യാ റസൂലല്ലാഹ്. അതുകൊണ്ട് നബിയെ, അങ്ങയുടെ മനസ്സ് ശാന്തമായിരിക്കുക. ഒരിക്കലും നിങ്ങളെ നാം ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ യതീമായിരിക്കുന്ന സമയത്ത് നിങ്ങളെ നാം പരിഗണിച്ചു. അങ്ങനെ നിങ്ങൾ ആദരണീയനായ ഒരു പ്രവാചകനായി നിയോഗിച്ച ഈ സമയത്ത് നിങ്ങളെ നാം ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ. നിങ്ങളെ നാം യതീമായിട്ട് എത്തിച്ചില്ലേ? അങ്ങനെ നിങ്ങൾക്ക് നാം അഭയം നൽകിയില്ലേ? അതുപോലെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗദർശനങ്ങൾ നൽകപ്പെടാത്തൊരു സമയമുണ്ടായില്ലേ? നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ ദീപം ഇറക്കിക്കൊണ്ട് നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നില്ലേ? അത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നൽകി. അതുപോലെ അല്ലാഹു അവന്റെ സൃഷ്ടികളിലേക്കുള്ള റസൂലായിട്ട് നിങ്ങളെ തെരഞ്ഞെടുത്തു. അതുപോലെ അല്ലാഹുവിന്റെ വഹയിന്മേൽ നിങ്ങളെ വിശ്വസ്തനായി ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ കിതാബ്, അല്ലാഹുവിന്റെ ഹിക്മത്തും നിങ്ങൾക്ക് അല്ലാഹു ഇറക്കി തന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം. നിങ്ങൾക്ക് അറിയാത്തതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ആ മഹത്തായ ഫദ്ൽ, ഔദാര്യം, അത് നിങ്ങൾക്ക് ഏറ്റവും മഹത്തായതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങളെ ഐശ്വര്യവാനാക്കിയിരിക്കുന്നു. അവന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. വവജദക ആയിലൻ ഫഅഗ്ന. നിങ്ങൾക്കൊന്നുമില്ലാത്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വലിയ ഐശ്വര്യവാനാക്കി ഇരിക്കുന്നു. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞറിയിച്ചതിന് ശേഷം അവിടത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു നന്മ ചെയ്തതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും നിങ്ങൾ നന്മ ചെയ്യണം. അല്ലാഹു വസിയത്ത് ചെയ്യുന്നു, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. നിങ്ങൾ യതീമുകളെ ഒരിക്കലും അടക്കി ഭരിക്കുകയോ ആട്ടി ഓടിക്കുകയോ ചെയ്യരുത്. ഫക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഹ്നു അലൽ അയ്താമി വയർഅഹു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ യതീമക്കളെ വളരെയധികം പരിഗണിക്കുകയും അവരോട് വലിയ വാത്സല്യം കാണിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹക്കദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും നാളെ സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ആരെങ്കിലും സാമ്പത്തികമായി ചോദിച്ചാൽ, അല്ലെങ്കിൽ അറിവ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് ചോദിച്ച ആരെയും നിങ്ങൾ ഒരിക്കലും ഓടിക്കരുത്. അവരെ നിങ്ങൾ അവഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആര് എന്ത് ചോദിച്ചാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു വിഭാഗം ജനങ്ങൾ വന്നു. അവർ ചോദിച്ചു, അവർക്ക് കൊടുത്തു. അവർ വീണ്ടും ചോദിച്ചു, വീണ്ടും കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർന്നുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ യകുൻ ഇൻദി മിൻ ഖൈറിൻ ഫലൻ അദ്ഖറഹു അൻഹു. എന്റെ കയ്യിൽ എന്തെങ്കിലും ഖൈറായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളെ തൊട്ട് ഞാനത് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ല, എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകുമായിരുന്നു എന്ന് നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പ്രതികരിച്ചു. അവസാനം സൂറത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമ്മാ ബിനിഅമതി
അതുകൊണ്ട് നബിയെ തങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ തങ്ങൾ പറയുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങളെ സ്മരിക്കുകയും അതിന് വലിയ നന്ദിയുള്ളവരും ആയിരുന്നു. അതുകൊണ്ട് നാം എല്ലാം ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ സൃഷ്ടിച്ചു. അതുപോലെ നമുക്ക് ആരോഗ്യം നമ്മുടെ കിരീടമായിട്ട് നമുക്ക് വെച്ചു തന്നു. അതുപോലെ നല്ല ജീവിതം നമുക്ക് തന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നല്ല സുരക്ഷിതം തന്നുകൊണ്ട് നമ്മളെ സഹായിച്ചു. അതുപോലെ നല്ല ഭരണാധികാരികളെ തന്നുകൊണ്ട് നമ്മളെ സഹായിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതിനെല്ലാം നന്ദിയുള്ളവരായിരിക്കണം എപ്പോഴും നമ്മൾ. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് കഴിയുന്നത്ര ഗുണങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തുകയും അതുപോലെ നമുക്ക് ഒരുപാട് ഇരട്ടിയാക്കി നമുക്ക് നൽകുകയും ചെയ്യും. വയുദ്ഖിലകുമുൽ ജന്നത അർഫഹ ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അലാ ഫഖറഉ സിയറത നബി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറകൾ നിങ്ങൾ പഠിക്കണം, വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം നിങ്ങൾ പഠിക്കണം. വഅല്ലിമുഹ ഔലാദക്കും, അതുപോലെ നിങ്ങളുടെ മക്കൾക്ക് അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അവരുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനവും അതുപോലെ സ്നേഹവും നിങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്യണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സ്വഭാവങ്ങളും അവിടുത്തെ മൂല്യങ്ങളും എല്ലാം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുവാനും അവിടുത്തെ പിൻപറ്റി ജീവിക്കുവാനും നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെല്ലാം എല്ലാവരും നന്മകളും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ